നമസ്തേ. എല്ലാ സുഹൃതികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് രാമായണത്തിൽ ദശരഥൻ്റെ തലത്തെക്കുറിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ദശരഥൻ ഇന്ദ്രിയ സംയമം ചെയ്ത് യോഗിയാണ്. ആ യോഗിയാണ് അയോധ്യ ഭരിക്കുന്നതെന്ന്. ആ യോഗിക്ക് 3 ഭാര്യമാരുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് 3 ഭാര്യമാർ? കൗസല്യ, കൈകേയി, സുമിത്ര. എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ അവരാരാണെന്നറിയൂ? ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയുമാണ്. അവിടെ ഒരു വ്യക്തിയുടെ ജീവിതം ഇച്ഛാശക്തിയിൽ ഉത്ഭവിച്ച് ക്രിയാശക്തിയിലൂടെ വളർന്ന് ജ്ഞാനശക്തിയിൽ അടങ്ങണം. അതാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ വ്യക്തികളുടെയും എന്താണ്? ഇച്ഛാശക്തിയിൽ ഉത്ഭവിച്ച് ക്രിയാശക്തിയിലൂടെ വളർന്ന് ഒടുവിൽ ജ്ഞാനശക്തിയിൽ അടങ്ങണം. ഇതാണ് യഥാർത്ഥത്തിൽ ദശരഥനും ദശരഥൻ്റെ ഭാര്യമാരും. അതുകൊണ്ടാണല്ലോ ഇച്ഛാശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കൈകേയിയെ കാണുന്നത്. ക്രിയാശക്തിയുടെ പ്രതീകമായിട്ടാണ് സുമിത്രയെ കാണുന്നത്. ജ്ഞാനശക്തിയുടെ പ്രതീകമായിട്ടാണ് സാക്ഷാൽ കൗസല്യാദേവിയെ കാണുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനശക്തി സ്വരൂപിണിയായ കൗസല്യ രാമനെ പ്രസവിച്ചത്. ഏത് രാമനെയാണ്? ഒറ്റവാക്കിൽ നമ്മൾ പറയും ശ്രീരാമനെയാണെന്ന്. യഥാർത്ഥത്തിൽ ആത്മാരാമനെയാണ്. രാമൻ്റെ തലം ഈ രാമായണത്തിൽ വിവിധ രൂപത്തിലാണ്. രാമന് നമുക്കറിയാം, രാമായണത്തിൽ 6 കാണ്ഡങ്ങളാണുള്ളത്. ഈ 6 കാണ്ഡങ്ങൾ രാമൻ്റെ 6 ഭാവങ്ങളെയല്ലേ സത്യത്തിൽ കാണിക്കുന്നത്. ബാലകാണ്ഡത്തിൽ രാമൻ നയനാഭിരാമനാണ്. അയോധ്യാകാണ്ഡത്തിലേക്ക് കടക്കുമ്പോൾ രാമൻ ലോകാഭിരാമനാണ്. ആരണ്യകാണ്ഡത്തിലേക്ക് കടക്കുമ്പോൾ രാമൻ ആത്മാരാമനാണ്. കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് കടക്കുമ്പോൾ രാമൻ മനോഭിരാമനാണ്. ഇങ്ങനെ രാമൻ്റെ ഭാവതലങ്ങൾക്ക് വ്യതിയാനമുണ്ട്. നമ്മൾ പലപ്പോഴും രാമായണം വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ രാമന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഭഗവാന്റെ അവതാരം, യഥാർത്ഥത്തിൽ എന്താണ് അവതാരം? അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക എന്നാണ് സാരം. ഇവിടെ എനിക്കൊരു സംശയം. ഈശ്വരൻ മനുഷ്യനായി അവതരിക്കലാണോ വേണ്ടത്? മനുഷ്യൻ ഈശ്വര തത്വത്തിലേക്ക് ഉയരുകയാണോ വേണ്ടത്? തീർച്ചയായും രണ്ടാമത് പറഞ്ഞതാണ് ശരി. മനുഷ്യൻ ഈശ്വരഭാവത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. പിന്നെ എന്തിനാണ് അവതാരം? ഞാൻ സൂചിപ്പിച്ചത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എപ്പോഴും പെട്ടെന്ന് ഇറങ്ങി വരുന്ന ഒരു തലമല്ല. അവതാരത്തിൻ്റെ തത്വരഹസ്യം നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അറിയാം ഓരോ വ്യക്തിയുടെയും തലം എന്താണ് എന്ന്. അപ്പോൾ അതനുസരിച്ച് ഓരോ വ്യക്തിയുടെ ആ തലങ്ങളുണ്ടല്ലോ. മനുഷ്യൻ ഈശ്വരഭാവത്തിലേക്ക് ഉയരണമെങ്കിൽ അത് പടിപടിയായി ഉയരേണ്ടതാണ്. അത് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ആർജിച്ചിട്ടുള്ള അഥവാ പൂർവജന്മ കർമ്മ വാസന ഗുണങ്ങൾക്കനുസൃതമായിട്ടാണ് ഒരു വ്യക്തി ഈശ്വരഭാവത്തിലേക്ക് ഉയരുന്നത് തന്നെ. അതാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്ന രഹസ്യം. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്തേ.